നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പെട്ട ഒരു മഹത് വ്യക്തിയാണ്. ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആരെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വർഷമാണെങ്കിൽ ഓർത്തു വെച്ചോളുക, 1905. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഐക്യ കേരള മുസ്ലിം സംഘത്തിന്റെ സ്ഥാപകൻ, ഐക്യ കേരള മുസ്ലിം സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വർഷം 1922. വർഷം 1922. അതുപോലെ തന്നെ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനും ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? ഇസ്ലാം, അൽ ഇസ്ലാം, ദീപിക. ദീപിക വർഷം ഓർത്തു ചൂടുക, 1931 കേട്ടോ. ദീപിക 1931. ദീപിക ആരംഭിച്ചതാരെന്ന് ചോദിച്ചാലാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ തന്നെ ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചതും ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം അത് സ്ഥാപിച്ചത് SNDPയുടെ മാതൃകയിലാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് SNDPയുടെ മാതൃകയിലാണ്. SNDP. അതുപോലെ തന്നെ വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇവിടെയാണ്, കാലിക്കട്ട്. വക്കം മൗലവി സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? കാലിക്കട്ട്. എവിടെയാണ്? കാലിക്കട്ടാണ്. അതുപോലെ വക്കം സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ട് ആര് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നാണ്. പരോപകാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിക്ക് ചെയ്യുന്ന സഹായം അല്ലെങ്കിൽ ലോകത്തിൽ ചെയ്യുന്ന ചെറിയൊരു നന്മയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരോപകാരം എന്ന് പറയുന്നത്. ചെറിയ നന്മ മുതൽ വലിയ നന്മകൾ പോലും എന്താണ്? പരോപകാരമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും എന്ത് ചെയ്യുന്നു? ജീവിത വിജയത്തിലേക്കുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമാണ്. ജീവിതത്തിൽ വിജയത്തിലെത്തിക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകളാണ്. ചെറിയ നന്മകൾക്ക് പോലും നമ്മെ എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ വിജയിപ്പിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം നേടുവാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്തു, ചെറിയ ഉപകാരമാണ്, നമ്മളും അത് മറന്നുപോയി, ആ വ്യക്തിയും ചിലപ്പോൾ അത് മറന്നുപോകും. പക്ഷേ ഈ സത്യപ്രപഞ്ചം നമ്മൾ ചെയ്യുന്ന ആ ചെറിയ ഉപകാരം, ആ ചെറിയ നന്മ കണ്ടില്ല എന്ന് നടിക്കില്ല കേട്ടോ. ആ നമ്മൾ ചെയ്ത നന്മയുടെ 10 മടങ്ങ് നന്മകളായിട്ട് ഈ സത്യപ്രപഞ്ചം നമുക്ക് തിരിച്ചു നൽകുമെന്നാണ് കേട്ടോ. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് തിന്മ ചെയ്താലും കേട്ടോ. തിന്മ ഒരിക്കൽ പോലും, ചെറിയ തിന്മകൾ പോലും ചെയ്യാൻ പാടില്ല കേട്ടോ. അത് മനസ്സിലാക്കുക. ചെറിയ തിന്മകൾ പോലും ചെയ്യാൻ പാടില്ല. ദ്രോഹചിന്തകൾ പോലും എന്ത് ചെയ്യുന്നു? നാശത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അധപ്പതനത്തിലേക്ക് പോകുന്നു എന്നാണ്. അതുകൊണ്ട് ദ്രോഹചിന്തകൾ പോലും പാടില്ലെന്നാണ് കേട്ടോ. നന്മ ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക, നന്മ പ്രവർത്തിക്കുക. ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ? നമ്മളുടെ നന്മകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? ജീവിതത്തിൽ വിജയത്തിലെത്തിക്കാൻ കഴിയുള്ളൂ കേട്ടോ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. പരാജയങ്ങളൊക്കെ ഉണ്ടായാലും പരാജയങ്ങളെ അതിവിദഗ്ധമായി തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും കേട്ടോ. ജീവിതത്തെ താങ്ങി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്?
നന്മകൾ മാത്രമാണ്. വലിയ വലിയ നന്മകളൊന്നും ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരാം, നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരാം. വലിയ വലിയ നന്മകൾ ചെയ്യണമെന്ന് വരാം. ചെറിയ ചെറിയ നന്മകൾ ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ആ ചെറിയ നന്മകൾക്ക് കഴിയുമെന്നാണ്.